നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തൂ. നിർമ്മാണത്തിനു പിന്നിലെ പ്രയത്നത്തെ അഭിനയിക്കാതെ ടിയാൻ എന്ന ചിത്രത്തെക്കുറിച്ച് പറയാനാവില്ല. വമ്പൻ താരങ്ങളെ വെച്ച് കാലിക പ്രസക്തിയുള്ള ഒരു വിഷയം വിശാലമായ ക്യാൻവാസിൽ കൈയടക്കത്തോടെ അവതരിപ്പിക്കുന്നതിൽ ജിയാൻ കൃഷ്ണകുമാർ വിജയിച്ചിട്ടുണ്ട്. എന്നാൽ പല അടരുകളിലായി പറഞ്ഞു പോകുന്ന കഥയിൽ ഒഴിവാക്കാവുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നില്ലേ എന്ന് പ്രേക്ഷകർ സംശയിച്ചാൽ കുറ്റം പറയാനുമാവില്ല. പേര് സൂചിപ്പിക്കും പോലെ തന്നെ മലയാള സിനിമയ്ക്ക് അത്ര പരിചയമില്ലാത്ത വഴികളിലൂടെയാണ് ടിയാൻ സഞ്ചരിക്കുന്നത്. ഉത്തരേന്ത്യ പശ്ചാത്തലമായാണ് ചിത്രം പൂർണ്ണമായും ചിത്രീകരിച്ചിരിക്കുന്നത്. ഗാഗ്രാവാടി എന്ന ഗ്രാമമാണ് ചിത്രത്തിന്റെ പ്രധാന പശ്ചാത്തലം. നാഗരികതയിൽ നിന്ന് ഏറെ അകലെ നിൽക്കുന്ന ഗ്രാമത്തിൽ പകുതിയോളം പേർ മലയാളികളാണ്. ശിവാവതാരം എന്നും ഭഗവാനെന്നും സ്വയം വിശേഷിപ്പിക്കുന്ന മഹാശയ എന്ന ആൾദൈവത്തിന്റെ ആശ്രമം നിർമ്മിക്കാൻ ഇവിടെയുള്ളവരെ ഒഴിപ്പിക്കാൻ ശ്രമിക്കുന്നതും തുടർന്നുണ്ടാകുന്ന സംഘർഷങ്ങളും ആധാരമാക്കിയാണ് ചിത്രം മുന്നേറുന്നത്. മഹാശയ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് മുരളി ഗോപിയാണ്. ഗാഗ്രാവാടിയിലെ ആദ്യ താമസക്കാരനാണ് ഇന്ദ്രജിത്ത് അവതരിപ്പിക്കുന്ന പട്ടാഭിരാമഗിരി എന്ന കഥാപാത്രം. ആദിശങ്കരന്റെ ശേഷിപ്പുകൾ സൂക്ഷിക്കുന്ന ഗിരിപരമ്പരയിലെ കണ്ണിയാണ് പട്ടാഭിരാമൻ. മറ്റുള്ളവർ വിട്ടുപോകാൻ തയ്യാറായിട്ടും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആശ്രമം കൂടിയായ തന്റെ വീട് വിട്ടുപോകാൻ അദ്ദേഹം തയ്യാറാവുന്നില്ല. തുടർന്ന് മഹാശയും പട്ടാഭിരാമനും തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ചിത്രത്തെ സംഘർഷത്തിലേക്ക് നയിക്കുന്നു. ആദ്യ പകുതിയിൽ ദുരൂഹമായ നിശബ്ദമായ സാന്നിധ്യമായി പൃഥ്വിരാജിന്റെ അസ്ലാം മുഹമ്മദ് എന്ന കഥാപാത്രത്തിന്റെ ഭൂതകാലം രണ്ടാം പകുതിയിൽ ചുരുളഴിയുന്നു. ഈ ജന്മത്തിലെയും മുൻ ജന്മത്തിലെയും കണക്കുകളും കെട്ടുപാടുകളുമായി എത്തുന്ന അസ്ലാനും മഹാശയ് പട്ടാഭിരാമൻ പോരാട്ടത്തിന്റെ ഭാഗമാകുന്നതോടെ ചിത്രം മായയും യാഥാർത്ഥ്യവും നിറഞ്ഞ മറ്റൊരു തലത്തിലേക്ക് നീങ്ങുന്നുണ്ട്. അതേസമയം ചിത്രത്തിന്റെ അന്ത്യത്തോടടുക്കുമ്പോഴുള്ള പട്ടാഭിരാമന്റെ ചില പ്രകടനങ്ങളും ബ്രാഹ്മണത്തോടുള്ള അതിരുകടന്ന വിധേയത്വവും വൈരുദ്ധ്യങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത്, മുരളി ഗോപി എന്നിവരുടെ പ്രകടനം തന്നെയാണ് ചിത്രത്തിന്റെ പ്രധാന ഹൈലൈറ്റ്. തങ്ങളുടെ കഥാപാത്രങ്ങളെ മൂവരും തങ്ങളുടേതായ ഭാവുകത്വം നൽകി. ഇന്ദ്രജിത്തിന്റെ പട്ടാഭിരാമൻ പ്രത്യേക മാനരസങ്ങൾ കൊണ്ട് ചിത്രത്തിൽ നിറഞ്ഞപ്പോൾ പാത്ര സൃഷ്ടിയിലെയും പ്രകടനത്തിലെയും കൈയടക്കമാണ് പൃഥ്വിരാജിന്റെ പ്ലസ് പോയിന്റ്. മഹാശയ എന്ന കഥാപാത്രത്തിനായി മറ്റൊരാളെ സങ്കല്പിക്കാനാകാത്ത തരത്തിലുള്ള പ്രകടനമാണ് മുരളി ഗോപി നടത്തിയത്. സുരാജ് അവതരിപ്പിച്ച നായരാണ് എടുത്തു പറയേണ്ട മറ്റൊരു കഥാപാത്രം. ചിത്രത്തിന്റെ ആദ്യ അവസാനം നിലനിൽക്കുന്ന നായർ ആൾദൈവങ്ങൾക്കും ജീവിത സംഘർഷങ്ങൾക്കും ഇടയിലെ സാധാരണക്കാരന്റെ പ്രതീകമാണ്. ചെറിയ ചെറിയ സീനുകൾ കൊണ്ടുതന്നെ ആ സാന്നിധ്യം ശക്തമാക്കാൻ സുരാജിനായി. മഹാശയുടെ അനുചാരനായി എത്തിയ രവി സിംഗിന്റെ കുശാൽ കോർബാഡയും എടുത്തു പറയേണ്ട പ്രകടനം നടത്തി. അനന്യയും ഒരിടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തിയ പത്മപ്രിയയും തങ്ങളുടെ ഭാഗം ഭംഗിയാക്കി. മുരളി ഗോപിയുടെ രചനയും ഏറ്റവും നന്നായി തിരശീലയിൽ എത്തിക്കാൻ സംവിധായകൻ ജിയാൻ കൃഷ്ണകുമാറിനായി എന്നതിൽ സംശയമില്ല. മികച്ച പരിചരണത്തിനിടയിലും അധോലോകത്തിൽ നിന്നും തെരുവിലെ അടിപിടിയിൽ നിന്നുമൊക്കെ മോചനം നേടാൻ ഇവർക്കുമായില്ല. കുറച്ചെങ്കിലും ആവർത്തന വിരസത തോന്നിക്കുന്നതായാവാം. മുരളി ഗോപിയെ പോലെ ഒരു രചയിതാവിൽ നിന്നും ഇത്രയേറെ പ്രതീക്ഷിക്കുന്നതിൽ തെറ്റില്ല. സാങ്കേതികമായി ചിത്രം മികവ് പുലർത്തി. സതീഷ് കുറുപ്പിന്റെ ഛായാഗ്രഹണവും ഗോപി സുന്ദറിന്റെ സംഗീതവും ചിത്രത്തിന് മൂടിനൊപ്പം നിൽക്കുന്നവയാണ്. ചുരുക്കി പറഞ്ഞാൽ ചിത്രം പ്രേക്ഷകരെ ഒട്ടും നിരാശപ്പെടുത്തുന്നില്ല എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.